വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീനച്ചാറാണ് കേട്ടോ. സാധാരണ നമ്മൾ മീനച്ചാറൊക്കെ നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് കൊണ്ടുവരുന്നത്. അവിടുത്തെ മീനൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ച് ദിവസമായിട്ട് എൻ്റെ മോൾ എന്നോട് പറയുന്നുണ്ട് അവൾക്ക് കുറച്ച് മീനച്ചാർ ഉണ്ടാക്കി കൊടുക്കാവോ എന്ന്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ടേസ്റ്റ് ഓർത്താണ് അവൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും നമ്മുടെ ഇവിടെ കിട്ടുന്ന മീൻ വെച്ച് നമുക്കൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ട്യൂണ ഫിഷാണ്. അപ്പം അതിന് മുള്ളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് മീനച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇപ്പോൾ അച്ചാറിടാൻ വേണ്ട മീനൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 3 പാക്കറ്റ് ട്യൂണ ഫിഷാണ് ഉപയോഗിക്കുന്നത്. ഓരോ പാക്കറ്റ് ഓരോ പൗണ്ട് ഇതാണ്. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്താണ് കേട്ടോ. അതിനകത്തേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് കുറച്ച് സമയം നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. അതിനുശേഷം ഇനി നമുക്കിതൊന്ന് വറക്കാം കേട്ടോ. അതിനുവേണ്ടി നമ്മളൊരു പാൻ ഇവിടെ അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്താണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാ സൈഡും നന്നായിട്ട് മൂക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇത് അതിനകത്ത് കൊള്ളാവുന്ന അത്രയും തന്നെ നമ്മൾ ഇടുന്നുണ്ട്. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാതിരുന്നോളും. ഇത് നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ഇടുമ്പോഴത്തേനും ചിലപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് കട്ടയായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഒത്തിരി ഒന്ന് ഇളക്കരുത് കേട്ടോ. ആദ്യം കുറച്ച് സമയം ഒന്ന് ഇളക്കാതെ ഇരുന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ ആ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിടുന്നത്. അപ്പോൾ ഇതിൻ്റെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക. അതിന് ശേഷമാണ് നമ്മളിത് ഓയിലിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒത്തിരി കുടിക്കത്തില്ല, അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ഫ്രൈ ചെയ്തതെല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് എണ്ണയൊക്കെ നന്നായിട്ട് കളഞ്ഞ് തന്നെ ഇതൊന്ന് എടുക്കാം. പിന്നെ നമ്മൾ ഇത് കുറച്ച് നന്നായിട്ട് മൂക്കണം കേട്ടോ. അന്നേരമാണ് ഈ നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പോഴത്തേനും അത് നല്ല ടേസ്റ്റും പിന്നെ കുറേ നാളൊക്കെ ഇരിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേനാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ആദ്യമായിട്ട് ബാച്ച് ഇത് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം കൂടെ വറക്കാനുള്ളതുണ്ട് കേട്ടോ. അതുകൂടെ ഇട്ട് നമുക്ക് ഇനി ഒന്ന് വറക്കാം. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ആ ഓയിൽ നന്നായിട്ട് ആ ചൂടായിരിക്കുന്ന സമയത്ത് തന്നെയാണ് നേരത്തെ പോലെ ഇങ്ങനെ ഓരോന്നായിട്ട് മീൻ ഓരോന്നായിട്ട് തന്നെ എടുത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മുഴുവൻ തന്നെ ഈ രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത് മീൻ ഇട്ടതിന് ശേഷം ഉടനെ നമ്മളിത് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേനും അത് പൊടിഞ്ഞു പോകും. പിന്നെ ഒരുവിധം അങ്ങോട്ട് ചൂടായി വരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ സ്പൂണിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂക്കാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാണ്. ഇത് ഒരു കുറച്ച് സമയം ഒരു 2-3 മിനിറ്റും കൂടെ ഇതൊന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയമായപ്പോഴത്തേനും ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഓയിലിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ മീൻ മുഴുവനും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഓയിൽ തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റണമല്ലോ. അതിനുവേണ്ടി ഈ സെയിം ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത്ര ഓയിലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നും കുറച്ച് ഓയിലൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ഇത്രയും ഒത്തിരി ഓയിലായി കഴിഞ്ഞാൽ അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം തന്നെ കുറേ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മിച്ചിരുന്ന ഓയിലിനകത്തോട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ആ കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഉലുവായും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി അത് ഒരു കപ്പോളം ഉണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്താണ്. കൂടത്തിൽ ഒരു 1/2 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞതും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയൊക്കെ നല്ല കൂടുതലുള്ളപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് ഒരു 1 ടീസ്പൂണ് ഉപ്പോടെ ഇട്ടിട്ടുണ്ട്. ഉപ്പോടെ ഇടുമ്പോഴത്തേനും ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മൂത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് അവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് മൂക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ആ കിലുകില എന്നുള്ള ഒരു സ്വരം വരുമല്ലോ, ആ ഒരു പരുവത്തിലാണ് ഇത് മൂക്കേണ്ടത്. ജസ്റ്റ് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് വരത്തില്ല. ഈ സമയമായപ്പോഴത്തേനും നമ്മൾ ഇതിനകത്തായിട്ട് കുറച്ച് കറിവേപ്പിലയോടെ ചേർത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് അതും നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കറിവേപ്പിലയൊക്കെ പെട്ടെന്ന് മൂത്ത് വരും കേട്ടോ. ഇതെല്ലാം ഈ സമയമായപ്പോഴത്തേനും ഇതെല്ലാം ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു കളർ കണ്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം പറയുന്നത് കേട്ടോ. ഈ സമയമായപ്പോഴത്തേനും ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1 ടേബിൾ സ്പൂണോളം നമ്മൾ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ.
ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അപ്പോൾ ഈ സമയം ആകുമ്പോഴത്തേന് അതിൻ്റെ ഫ്ലെയിമൊക്കെ ഏറ്റവും ലോയിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല ഇത് മൂക്കാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 1 ടീസ്പൂണോളം കായം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കായത്തിൻ്റെ പൊടി ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്താൽ മതി. കട്ടക്കായ ആണെങ്കിൽ നമ്മൾ അത് വേറെ സെപ്പറേറ്റ് വറുത്തിട്ട് അതിനകത്തേക്ക് പൊടിച്ച് ചേർക്കണം. ഇതെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീനുണ്ടല്ലോ, അതുകൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 1/2 കപ്പോളം വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പും ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പോടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ചാറ് ഒത്തിരി കുറച്ചുകൂടെ ഇത് ലൂസായിട്ട് വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തിളപ്പിച്ചാറിച്ച വെള്ളം ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പോളം തിളപ്പിച്ചാറിച്ച വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത മീനായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളവും ഇതുമൊക്കെ നമ്മൾ കുറച്ചുകൂടെ അത് അബ്സോർബ് ചെയ്യും. അതിൻ്റെ ചാറിൻ്റെ ഇതൊക്കെ കുറയും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചുണ്ടല്ലോ അത് നമുക്ക് ആ സമയത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് നോക്കണം അതെങ്ങനെയുണ്ടെന്ന്. എന്നിട്ടാണ് നമ്മളിത് തീരുമാനിക്കുന്നത് എന്തോരം ഇത് ഒഴിക്കണം എന്നുള്ളത് കേട്ടോ. പിന്നെ വിനാഗിരി ഒന്നും ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന് പുളി ഈ മീനുണ്ടല്ലോ, മീനച്ചാറിനൊക്കെ അധികം പുളിയുടെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ഞാനൊരു 1 ടീസ്പൂണോളം ഷുഗർ കൂടെ ചേർക്കുന്നുണ്ട്. ആ ഷുഗർ കൂടെ ചേർക്കുമ്പോഴത്തേന് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസായി വരും. അതിനു വേണ്ടിയാണ് ഇത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡിയാണ്. ഇത് കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു ബോട്ടിലിനകത്തേക്ക് ആക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് നമ്മൾ ബോട്ടിൽ ആക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ നല്ലതായിട്ട് കഴുകി ഡ്രൈ ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ സ്പൂണും ഒക്കെ നമ്മൾ നല്ല വെള്ളമൊന്നും ഇല്ലാത്ത ഉപയോഗിച്ച് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ അച്ചാറൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ നമ്മുടെ അടിപൊളി അച്ചാർ ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്. ഇപ്പം നമ്മുടെ അച്ചാറൊക്കെ ഓൾറെഡി തണുത്തു. അത് ഞാൻ ഇത് കുപ്പിക്കകത്ത് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അതാ ഇപ്പം മീനച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ വറക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മളത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്താണല്ലോ എടുക്കുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുകയും വേണം. അന്നേരമാണ് അത് കുറച്ച് നാളൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസത്തേനാണെങ്കിൽ നമുക്കിത് പുറത്ത് തന്നെ വെച്ചാൽ മതി. പിന്നെ കൂടുതൽ നാൾ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ട്യൂണായോ അല്ലെങ്കിൽ കിങ് ഫിഷ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇനി മീനച്ചാറൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ നാട്ടിൽ പോകാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ദെൻ, ബൈ.